ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പനിയായിരുന്നു. രുദ്രയ്ക്ക് നല്ല പനിയായി. രുദ്രയ്ക്ക് ഇപ്പോഴും പനി കുറഞ്ഞിട്ടില്ല, എനിക്ക് ശകലം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പടത്തിന് പോകണം കേട്ടോ. സിനിമയെന്ന് പറഞ്ഞാൽ ഇന്ന് 2 സിനിമയുണ്ട് മെയിനായിട്ട്. ഒന്ന് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, അത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. സ്പെഷ്യലി ഞാൻ മാർവൽ ഫാനാണ്, അതുകൊണ്ട് അത് മിസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ കുറേ നാളുകൊണ്ട് ഫിലിമിൽ വർക്ക് ചെയ്യാൻ പോയി ഒരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള സംഭവം. പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, കന്നഡയിൽ ഇറങ്ങുന്നുണ്ട്, പിന്നെ OTT റിലീസ് ചെയ്ത പടങ്ങളുണ്ട്. അന്ന് കാണാത്തവരാണ് ചോദിക്കുന്നത്, അറിയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നീരജ് മാധവ് നായകനാകുന്ന പ്ലൂട്ടോ ഇന്ന് റിലീസാണ്. അപ്പോൾ അത് കാണാൻ പോവുകയാണ്. ഇപ്പം മലയാളത്തിൽ ഫസ്റ്റ് തിയേറ്റർ റിലീസാണ് ഞാൻ വർക്ക് ചെയ്തതിൽ ഫസ്റ്റ് തിയേറ്റർ റിലീസ് ഇതാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റത്തില്ല. അവർക്ക് രുദ്രയ്ക്കും സുലയ്ക്കൊക്കെ പനിയാണ്, അമ്മ സ്ഥലത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോകുന്നു. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പാരിപ്പള്ളി രേവതി സിനിമാക്സിലാണ് പോണേട്ടാ. ആദ്യം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. അത് കണ്ടതിന് ശേഷം പ്ലൂട്ടോ കയറാം. ഇപ്പോൾ സമയം 10:30 11 മണിക്കാണ് ടൈം. നേരെ പോട്ടെ, ഇനി നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം. തിയേറ്റർ ടൈമായി. ഹലോ, അപ്പോൾ ഞാൻ പടം കണ്ടിട്ട് ഇറങ്ങി കേട്ടാ. അപ്പോൾ സമയം 1:30 കഴിഞ്ഞതേ ഉള്ളൂ. ഇനി 2:45 അടുത്ത ഷോ, അതായത് പ്ലൂട്ടോയെ കണ്ടിട്ട് ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഹൈ, അപ്പോൾ ഞാൻ തിരിച്ചെത്തി കേട്ടോ. സിനിമയെ കണ്ടിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ മൂവി കണ്ടിട്ട് അതിൻ്റെ ഒപ്പീനിയൻ പറയാമെന്ന് പറഞ്ഞാൽ സംഭവം എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് ഒരു സിനിമയെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അങ്ങനെ പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാനിപ്പം രാവിലെ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് 2 മൂവി കണ്ടു. ഒന്ന് പ്ലൂട്ടോ, മറ്റൊന്ന് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അപ്പം ഞാൻ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. ആദ്യം നമുക്ക് പ്ലൂട്ടോയെ പറ്റി പറയാം. പ്ലൂട്ടോയെ പറ്റി എടുത്ത് പറയാനാണെങ്കിൽ സംഭവം എന്താണ്, നമുക്ക് ഈ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയൂലേ, അതുപോലെ ഒരു സംഭവമായിരുന്നു. നമ്മുടെ മുഖം ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമില്ലേ, അത് ഞാനിന്ന് അനുഭവിച്ചു. സംഭവം ഞാനിപ്പോൾ കന്നഡ മൂവിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കന്നഡയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ആദ്യത്തെ മൂവി കന്നഡയിലാണ് റിലീസായത്. പക്ഷേ എനിക്ക് ആ സിനിമ ഞാൻ OTTയിലാണ് കണ്ടത്, തിയേറ്ററിലല്ല, ബിഗ് സ്ക്രീനിലല്ല ഞാൻ പോയി കണ്ടത്. അപ്പോൾ ബിഗ് സ്ക്രീനിൽ എൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പ്ലൂട്ടോയിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുഖം ബിഗ് സ്ക്രീനിൽ ഞാൻ കാണുന്നത് കേട്ടോ. എൻ്റെ സീൻ വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റ് സീനിലാണ് ഞാനുള്ളത് കേട്ടോ. ഞാനും ഞങ്ങളുടെ ഫൈറ്റ് ടീമും പെൻസിൽ എല്ലാവരും ഉള്ളത് ലാസ്റ്റ് ഫൈറ്റ് ടീമിലാണ്. അപ്പോൾ നിങ്ങൾ പ്ലൂട്ടോ കാണാൻ പോകുന്നവർ, എന്നെ അറിയുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് കണ്ടുപിടിക്കുക. ഞാൻ ഏത് സീനിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചാൽ കമൻ്റ് ഇടുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സിനിമയുടെ കാര്യം പറയാം. സിനിമയുടെ കാര്യം ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ട് പോകണ്ട കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വലിയ ബുദ്ധിജീവിയൊക്കെ ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. സംഭവം ആ രീതിയിലുള്ളൊരു ഫാൻറ്റസി മൂവി, കോമഡി പടമാണ്. പിന്നെ നമ്മുടെ അജു വർഗീസ് ഏട്ടൻ്റെ ക്യാരക്ടർ ടൈഗർ തമ്പി അടിപൊളിയാണ് സംഭവം. അത് ഞാൻ നേരിട്ട് കൂടി കണ്ടതാണ്, ഓഫ് സ്ക്രീനിൽ ഞാൻ പുള്ളിയുടെ ആ ക്യാരക്ടർ നേരിട്ട് കൂടി കണ്ടതാണ്. അത് അന്നോട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ കാണാൻ വേണ്ടിയിട്ട്, ബിഗ് സ്ക്രീനിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്ലൂട്ടോ, ഏലിയൻ, നീരജ് മാധവേട്ടൻ, ഇവരെല്ലാവരെയും നേരിട്ട് കണ്ട് സംഭവം അതെല്ലാം ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അവരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ സിനിമ നല്ല സിനിമയാണ്. പക്ഷേ സ്പൈഡർമാൻ്റെ കൂടെയാണ് ക്ലാഷ് വന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഫസ്റ്റ് ഷോയ്ക്ക് 20 ആളുണ്ടായിരുന്നു. രണ്ടാമത്തെ ഷോയ്ക്കാണ് കയറിയത്. ആ സമയത്ത് വളരെ ആൾ കുറവായിരുന്നു. സംഭവം സ്പൈഡർമാൻ അപ്പോഴും ഫുൾ ഹൗസ്ഫുള്ളായിട്ട്
ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിലൊന്ന് മുങ്ങിപ്പോയോ എന്നൊരു സംശയം. സംഭവം മസ്റ്റ് വാച്ചാണെന്ന് കണ്ടു നോക്കൂ പ്ലൂട്ടോ. പിന്നെ എന്താണ്, നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഈ അതിശയൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാൻ പോയിട്ടില്ലേ, ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു പടമാണ് കേട്ടോ അത്. മെയിനായിട്ടും കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കൊച്ചുകുട്ടികളെ കൊണ്ട് കാണിക്കുക, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ സിനിമ. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. എൻ്റെ പൊന്നേ, അതായത് ഒരു മാർവൽ പടം കണ്ടിട്ട്, അതായത് എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തബ്ബിച്ച് അയ്യോ എന്നും പറഞ്ഞിരുന്നൊരു പടമാണ് കേട്ടോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. കിടിലം പടം എന്ന് പറഞ്ഞാൽ അമ്മാതിരി പടം. അതിനൊരു തള്ളിക്കയറ്റം വന്നതിൽ എന്താണ് അതിശയപ്പെടാൻ ഒന്നുമില്ല. അതിനു വേണ്ടിയുള്ള കിടിലം പടം, സെറ്റ് പടം. എൻ്റെ പൊന്നേ. അതുപോലെ ഞാനിപ്പം ഇടക്കാലത്തൊക്കെ ഒരുപാട് 3D സിനിമകളൊക്കെ കണ്ടു കേട്ടാ. അത് എടുത്ത് പറയാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുവാണ്, 3D സീനുകൾ, ഒരുപാട് 3D സീനുകൾ അതിലുണ്ട് കേട്ടോ. അത് 3D തന്നെ കാണണം, 2D പോയി കാണരുത്. 3D തന്നെ അത് അനുഭവിച്ചറിയണം. എൻ്റെ മോനെ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതിലുണ്ട്. 3D സീനുകൾ വെറുതെ ഒരുവിധ സിനിമകളെല്ലാം എടുത്തിട്ട് 3D ആക്കി, 3D ആണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ സിനിമകൾ 3Dയിൽ കണ്ടു. പക്ഷേ അത് വലിയ ഗുണമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ മാർവൽ സിനിമകളൊന്നും ഫുള്ളൊന്നും കണ്ടിട്ടില്ല. മാർവൽ ഫാനാണ് എങ്കിലും എന്താണ് ആത്യന്തികമായിട്ടുള്ള വലിയ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ക്യാരക്ടറിൻ്റെ പേര് ഓരോ ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ച് ചോദിച്ചാൽ ആരാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ ഇടയ്ക്കും മറയ്ക്കും ഇട്ടൊക്കെയാണ് പടം കണ്ടിട്ടുള്ളത്. സംഭവം ഞാൻ എൻ്റെ ആദ്യത്തെ മാർവൽ പടം തന്നെ ഞാൻ ഫസ്റ്റ് കാണുന്നത് അവഞ്ചേഴ്സാണ്. അവഞ്ചേഴ്സ് കണ്ടിട്ടാണ് പിന്നീട് അതിനെപ്പറ്റി അയൺമാൻ, ഹൾക്ക് അങ്ങനെ ഉണ്ടോ. ഫസ്റ്റ് കാണുന്നത് അവഞ്ചേഴ്സാണ്. അവഞ്ചേഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പിന്നെ ഒന്നേന്ന് കണ്ടു തുടങ്ങി. വെബ് സീരീസ് കാണുന്നുണ്ട്, ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴും വെബ് സീരീസ് ഇനിയും കാണാനുണ്ട്. ലോക്കിയൊക്കെ ഞാൻ ഇടക്കാലത്താണ് കണ്ടു തീർത്തത് കേട്ടോ. സംഭവം ഇഷ്ടമാണ്, പക്ഷേ ഞാൻ അതിലേക്ക് മുങ്ങിത്തപ്പി ഇറങ്ങിയ ഒരാളല്ല. അത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലൊരു ക്യാരക്ടറുണ്ട് പണിഷർ. ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുള്ള പണിഷറിൻ്റെ ഒരു സീരീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പണിഷറിനെ അറിയാം, പക്ഷെ പണിഷറിൻ്റെ ഒരു സീരീസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇനി ഞാൻ കാണും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ കണ്ടിട്ടേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ പണിഷർ. എനിക്കെന്തോ പുള്ളി അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം ഇനി ഞാൻ കുത്തിയിരുന്ന് പുള്ളിക്കാരൻ്റെ സ്റ്റോറി ഫുള്ള്, അതായത് പുള്ളിക്കാരൻ്റെ ഏതൊക്കെ സീരീസ് ഉണ്ടോ ഫുള്ള് ഞാനിരുന്ന് കാണും കേട്ടോ. എനിക്ക് പുള്ളിക്കാരനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, പണിഷർ ക്യാരക്ടറിനെ. അതുപോലെ തന്നെ ഹൾക്ക്. പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല, സ്പോയിലറൊന്നും പറയുന്നില്ല. സംഭവം മസ്റ്റ് തിയേറ്റർ വാച്ചാണ് കേട്ടോ. നിങ്ങൾ OTT വരാൻ വേണ്ടി കാത്തിരിക്കല്ലേ, തിയേറ്ററിൽ തന്നെ പോയി കാണ്. കിടിലം പടം കേട്ടോ, എൻ്റെ പൊന്നേ. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അതിന് മുമ്പ് ലാസ്റ്റ് ഒരു കാര്യം, ആരാണ് ശരിക്കും മോൺസ്റ്റർ?